കളമശ്ശേരിയിൽ ചേർന്ന UDF യോഗത്തിന് ശേഷം മുന്നണി അല്പമൊന്ന് വികസിപ്പിച്ചു. 2 പേരെ അസോസിയേറ്റ് അംഗങ്ങളായി എടുത്തു, CK ജാനുവിനെയും PV അൻവറിനെയും. ഇനിയും വികസനമുണ്ടാകും എന്നാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. വികസിക്കട്ടെ. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പഴയതിൽ നിന്നും വ്യത്യസ്തമായി ഐക്യ ജനാധിപത്യ മുന്നണി ചില ഉറച്ച തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനവും അതിനെ ചൊല്ലിയുള്ള ചേരിപ്പോരുകളും അടിയും ബഹളവുമൊക്കെ. എന്നാൽ ഈ പ്രാവശ്യം അതിൽ നിന്നൊക്കെ ഒന്ന് മാറി ചിന്തിച്ചുകൊണ്ട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ സംഭവിച്ചോ അത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ തന്നെയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒപ്പം കോൺഗ്രസിൻ്റെയുമൊക്കെ തീരുമാനം. ജനുവരി അവസാനത്തോടുകൂടി തന്നെ എന്തായാലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എന്നാണ് കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത്. ഘടകകക്ഷികളുടെ പ്രഖ്യാപനം എന്നുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനവും ഇതുവരെയായും പുറത്തു വന്നിട്ടില്ല. ചില ആളുകളുടെ പേരുകളൊക്കെ തന്നെ കോൺഗ്രസ് ഇപ്പോൾ തന്നെ തീരുമാനിച്ചു എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. അവരോട് ആ നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനും അവിടെ താൽക്കാലിക ഓഫീസുകൾ തുറക്കാനുമൊക്കെ നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഇതിൽ ഒരു പ്രത്യേകതയുള്ളത്, എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ് മത്സരിച്ചത് 93 സീറ്റുകളിലാണ്. അതിൽ 50-ലധികം പേർ പുതുമുഖങ്ങളായിരുന്നു, യുവാക്കളുണ്ടായിരുന്നു, യുവതികളുണ്ടായിരുന്നു. അതായത് 93-ൽ ഏകദേശം 60% സീറ്റുകൾ യുവാക്കൾക്കും പുതുമുഖങ്ങൾക്കും സ്ത്രീകൾക്കും അല്ലെങ്കിൽ വനിതകൾക്കുമായി മാറ്റിവെച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ വിജയിച്ചില്ല, പരാജയത്തിലേക്ക് പോയി എന്നുള്ളത് മറ്റൊരു സത്യം. പക്ഷേ ഇത്തവണയും അങ്ങനെ തന്നെയാണ്. അത് തന്നെ മുന്നിൽ കണ്ടുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ഉറക്കെ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. 50% വരുന്ന സീറ്റുകൾ യുവാക്കൾക്കും വനിതകൾക്കുമായി മാറ്റിവെക്കും എന്നുള്ളത്. നിർദ്ദേശം കൊള്ളാം, പക്ഷേ സ്ഥാനാർത്ഥികളെ കണ്ടെത്തണം. അതാണ് വലിയ തരത്തിലുള്ള ഒരു കോൺഗ്രസിന് മുന്നിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു പ്രതിസന്ധി. സ്ഥാനാർത്ഥി മോഹികൾ ഒരുപാട് പേരുണ്ട്. വാർഡുകൾ തോറുമുണ്ട് നിയമസഭയിൽ മത്സരിക്കുവാൻ താല്പര്യം കാണിക്കുന്നവർ, പഞ്ചായത്തുകളിലുണ്ട്. പക്ഷേ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയല്ല കോൺഗ്രസ് കണ്ടെത്തേണ്ടതെന്ന് നേതാക്കൾക്ക് നല്ലവണ്ണം അറിയാം. ഇപ്പോൾ നമ്മൾ കണ്ടതാണ്, കോർപ്പറേഷനുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ തരത്തിലുള്ള പാളിച്ചകൾ ഇല്ലാത്തത് കൊണ്ടാണ് പല കോർപ്പറേഷനുകളും UDFനൊപ്പം നിന്നത്. പ്രത്യേകിച്ചും കൊച്ചിയിലും തൃശ്ശൂരിലുമൊക്കെ. കോഴിക്കോട് വലിയ തരത്തിലൊരു മത്സരം കാഴ്ചവെക്കുവാൻ UDFന് കഴിഞ്ഞു. കണ്ണൂർ കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിഞ്ഞു. വലിയ മാർജിനിൽ വിജയം വരിക്കാൻ കഴിഞ്ഞു. കൊല്ലത്ത് നേരത്തെ മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിന് ഇറങ്ങിയതോടുകൂടി തന്നെ കൊല്ലവും UDFൻ്റെ കയ്യിലേക്ക് എത്തപ്പെടുന്നു. അപ്പോൾ ഇതൊരു പാഠമായി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ കോൺഗ്രസ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ നമ്മൾ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടത്, ഈ സ്ഥാനാർത്ഥികളെ കണ്ടെത്തണം. അതാണ് പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ടായി ഇപ്പോൾ നേതാക്കന്മാർ തന്നെ പറയുന്നത്. സർവ്വസമ്മതനായിരിക്കണം, സ്വീകാര്യത നോക്കണം, ആ മണ്ഡലത്തിലെ ആളുകൾ ഉൾക്കൊള്ളുമോ അല്ലെങ്കിൽ ഏത് തരത്തിലെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ആ മികവ് പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ. അങ്ങനെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ എന്തായാലും ചെറിയ തരത്തിലുള്ള കല്ലുകടികൾ ഉണ്ടാകും, ഉറപ്പാണ്. അതിൽ ഗ്രൂപ്പ് വരും, നേതാക്കന്മാരുടെ അവകാശവാദങ്ങൾ വരും, മതസമവാക്യങ്ങൾ വരും, മറ്റ് ന്യൂനപക്ഷ ഭൂരിപക്ഷ പ്രീണന നയങ്ങളൊക്കെ വരും. പക്ഷേ അതൊക്കെ നോക്കാതെ കോൺഗ്രസും UDFും ഒരുപോലെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, നയപരമായ ചില തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവരെന്താണോ ആഗ്രഹിക്കുന്നത് അത് തന്നെ നേടുവാൻ അവർക്ക് കഴിയും എന്നുള്ളത് ഉറപ്പാണ്. കാരണം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടും വലിയ വോട്ടില്ല എങ്കിൽ പോലും അതിൽ നിന്ന് കിട്ടിയ ഒരു ഊർജം, ഒരു വിജയസാധ്യത അത് അവർക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. പക്ഷേ ചില ആളുകൾ നടത്തുന്ന പ്രസ്താവനകൾ, ചില ആളുകൾ നടത്തുന്ന പ്രഖ്യാപനങ്ങൾ അത് ഒഴിവാക്കേണ്ടതാണ്. പ്രത്യേകിച്ചും ഈ പ്രായപരിധിയെങ്കിലും ഒന്ന് നിശ്ചയിച്ചാൽ കൊള്ളാം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചില പ്രായമായ ആളുകൾ നേരത്തെ തന്നെ മുന്നണിയിൽ നിൽക്കുകയും വലിയ തരത്തിലുള്ള സ്ഥാനമാനങ്ങൾ ലഭിച്ചതുമായ ചില നേതാക്കന്മാർ മത്സരിപ്പിക്കണം എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെച്ചതായിട്ടുള്ള ചില വാക്കുകളൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ അത് എത്ര കണ്ട് പ്രാവർത്തികമാകും എന്നുള്ളത് പിന്നീട് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലുമൊക്കെ തന്നെ കോൺഗ്രസിന് അനുകൂലമായൊരു കാറ്റുണ്ട് എന്ന് പറയുമ്പോഴും അത് കൃത്യമായി വിനിയോഗിക്കുവാൻ UDFനും കോൺഗ്രസിനും കഴിഞ്ഞാൽ മാത്രമേ വിജയത്തിൻ്റെ പടവുകൾ കയറുവാൻ അവർക്ക് കഴിയുകയുള്ളൂ. എന്തായാലും നല്ല കാര്യമാണ്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ജനുവരി മാസത്തിൽ പട്ടിക പുറത്തിറങ്ങും എന്ന് പറയുമ്പോൾ
ആരൊക്കെ ആയിരിക്കും സ്ഥാനാർത്ഥികൾ, അല്ലെങ്കിൽ എവിടെയൊക്കെ ആയിരിക്കും അവർ മത്സരിക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് വലിയ തരത്തിലുള്ള ചിന്തകൾ വേണ്ടിവരും, വലിയ തരത്തിലുള്ള ചർച്ചകൾ വേണ്ടിവരും. അത്തരത്തിൽ ചർച്ചകളിലേക്ക് പോകുമ്പോഴാണ് സാധാരണഗതിയിൽ കോൺഗ്രസിൽ തല ഉയർത്തി വരാനുള്ള ഗ്രൂപ്പ് വഴക്കുകളും ഗ്രൂപ്പ് പ്രശ്നങ്ങളും. ആ ഗ്രൂപ്പ് പ്രശ്നങ്ങൾ അടക്കം ചെയ്താൽ, അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ സ്ഥാനാർത്ഥി നിർണ്ണയം എളുപ്പമാകുമെന്നുള്ള ഉറപ്പാണ്. പക്ഷേ ഈ ജനുവരിയിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ചില ആളുകൾ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികളായി അരങ്ങിലിറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇത്തരം ആൾക്കാരും ഇവരെ പിന്നാലെ നടക്കുന്ന ശിങ്കിടികളുമെല്ലാം കൂടി ചേർന്ന് കോൺഗ്രസിന് തലവേദന സൃഷ്ടിക്കും എന്നുള്ളതും ഉറപ്പാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇനിയിപ്പോൾ പുതുവത്സരത്തിലേക്ക് കടക്കുന്നു, പുതുവത്സരത്തിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു, ജനുവരിയിലായി കഴിഞ്ഞിരിക്കുന്നു. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സ്ഥാനാർത്ഥി നിർണയമുണ്ടാകും എന്നുള്ള പ്രതീക്ഷ കോൺഗ്രസ് നേതാക്കന്മാർക്കുണ്ട്. എന്തായാലും AICC വടിയെടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയുവാൻ കഴിയുന്നത്. കാരണം അവർ നിർദ്ദേശിക്കും, അവർ നടപ്പിലാക്കും, പറയുന്ന ആളുകൾ മത്സരിക്കേണ്ടി വരും എന്നുള്ള. എന്തായാലും കോൺഗ്രസ്സിന് നല്ല കാലം വരുമോ ഇല്ലയോ എന്നുള്ളത് വളരെ താമസമില്ലാതെ, വളരെ വൈകാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.